ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ EVS ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റായ ടു ദി വേൾഡ് ഓഫ് ആനിമൽസ് എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. സീ ക്രിയേച്ചേഴ്സ് അല്ലേ, കടലിലുള്ള ക്രിയേച്ചേഴ്സ്. വി നോ ദാറ്റ്, നമുക്കറിയാം. ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഫിഷസ് ഇൻ ദി സീ അല്ലെ. മെനി കൈൻഡ്സ് അല്ലേ, കുറേ വ്യത്യസ്ത തരത്തിലുള്ള ഫിഷസ്, മീനുകളുണ്ട് കടലിൽ അല്ലേ. സീ ഈസ് ദി ഹാബിറ്റേറ്റ് നോട്ട് ഓൺലി ടു ഫിഷസ് ബട്ട് ആൾസോ ടു മെനി അതർ ക്രിയേച്ചേഴ്സ്. സീ എന്ന് പറഞ്ഞത് എന്താണ്, ഫിഷസിന് മാത്രമുള്ള വാസസ്ഥലമല്ല, ഹാബിറ്റേറ്റ് അല്ല. ആർക്ക് കൂടിയുള്ളതാണ്? കുറേ ക്രിയേച്ചേഴ്സ് ഉണ്ട് അല്ലേ. ഇതുപോലെ കുറേ ക്രിയേച്ചേഴ്സും അതിലുണ്ട്, മീനുകൾ മാത്രമല്ല ഉള്ളത്. ദർ ആർ മോർ ക്രിയേച്ചേഴ്സ് ഇൻ ദി സീ ദാൻ ഓൺ ലാൻഡ്. എന്താണ്, കുറേ ക്രിയേച്ചേഴ്സ് ഉണ്ട്. ഇതുപോലത്തെ ക്രിയേച്ചേഴ്സ് എന്താണ്, ജീവികൾ എന്താണ് കടലിലുണ്ട്. ലാൻഡിലല്ലേ, നമ്മുടെ ഈ ലാൻഡിലുള്ളതിനേക്കാളും കൂടുതൽ എന്താണ് നമ്മ കടലിൽ, വെള്ളത്തിലാണ് ഉള്ളത്. വിച്ച് സീ ആനിമൽസ് ഡു യു നോ? നിങ്ങൾക്ക് ഏതൊക്കെ സീ ആനിമൽസിനെ അറിയാം? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം. ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് എഴുതാനാണ് പറഞ്ഞത്. അല്ലേ, ഏതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നത്? ഏതൊക്കെ സീ ആനിമൽസ് ഉണ്ട് അല്ലേ? സ്റ്റാർ ഫിഷ് ഉണ്ട്, ഡോൾഫിൻ ഉണ്ട്, ഷാർക്ക് ഉണ്ട് അല്ലേ, ദെൻ ജെല്ലി ഫിഷ് ഉണ്ട്, ഒക്ടോപ്പസ് ഉണ്ട്, സീ ടോർട്ടോയ്സ് ഉണ്ട് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സീ ആനിമൽസ് അല്ലേ. സീ ദി പിക്ചേഴ്സ് ഓഫ് സം ഓഫ് ദി സീ ക്രിയേച്ചേഴ്സ് അല്ലേ. ഇവിടെ എന്താണ് സീ ക്രിയേച്ചേഴ്സ് അല്ലേ, സീ കടലിലുള്ള ക്രിയേച്ചേഴ്സിൻ്റെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നത് അല്ലേ? സീ ഹോസ് കടൽ കുതിര, സീ ഹെഡ്ജ് ഹോഗ് കടൽ മുള്ളംപന്നി, സീ കുക്കുംബർ കടൽ വെള്ളരി, സീ കൗ കടൽ പശു. വൈ ഡിഡ് ദീസ് ക്രിയേച്ചേഴ്സ് ഗെറ്റ് സച്ച് നെയിംസ്? എന്തുകൊണ്ടാണ് ഈ ക്രിയേച്ചേഴ്സിന് ഇങ്ങനെയുള്ള പേരുകൾ വരാൻ കാരണം അല്ലേ? നമ്മുടെ ലാൻഡിലുള്ള ക്രിയേച്ചറിൻ്റെ നെയിമായിട്ട് സാമ്യത ഉള്ളതുകൊണ്ടാണ്. അവരുടെ ഫീച്ചേഴ്സിലെ ബോഡി ഫീച്ചേഴ്സ് കാണാൻ എങ്ങനെയാണ്, നമ്മുടെ ഹോസിനെ പോലെ ഉള്ളത് കൊണ്ടാണ് ഇതിന് സീ ഹോസ് എന്ന് പറയാൻ കാരണം. ഏത് മുള്ളംപന്നിൻ്റെ ഒരു രൂപം ഉണ്ടല്ലേ, അതുകൊണ്ടാണ് അല്ലേ. ഇത് സീ കുക്കുംബറിൻ്റെ ഷേപ്പാണ്, ഇത് കൗ ലെയർ പശുവിൻ്റെ കൗവിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ട്, അങ്ങനെ ആ ഒരു ബോഡി ഫീച്ചേഴ്സ് നോക്കിയിട്ട് അതേ രൂപം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ നെയിംസ് വരാനുള്ള കാരണം. ബ്ലൂ വെയിൽ ദി ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ എർത്ത് ലീവ്സ് ഇൻ ദി സീ. ബ്ലൂ വെയിൽ നീലത്തിമിംഗലമാണ് ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ എർത്ത്, എർത്തിലുള്ള ലാർജസ്റ്റ് ക്രിയേച്ചർ അല്ലേ. ലീവ്സ് ഇൻ ദി സീ കടലിൽ ജീവിക്കുന്ന ലാർജസ്റ്റ് ക്രിയേച്ചർ എർത്തിലുള്ളത് ആരാണ്? നമ്മുടെ ബ്ലൂ വെയിലാണ്, നീലത്തിമിംഗലമാണ്. ദേ ആർ നോട്ട് ഫ്രം ദി ഫാമിലി ഓഫ് ഫിഷ്. അവ എന്താണ്? ഫാമിലി ഓഫ് ഫിഷിൻ്റെ ഫാമിലിയിൽ പെട്ടതല്ലാന്ന്. ബ്ലൂ വെയിൽസ് ഗീവ് ബർത്ത് ടു ദർ ഓഫ് സ്പ്രിങ്സ്. ബ്ലൂ വെയിൽ എങ്ങനെയാണ് മുട്ടയിടുകയല്ല ചെയ്യുന്നത്, ബർത്ത് പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ടു ദർ ഓഫ് സ്പ്രിങ്സ് കുട്ടികളെ എന്താണ് പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. മീനുകളെ പോലെ മുട്ടയിടുന്ന മീനിൻ്റെ ഫാമിലി പെട്ടതല്ല. മെനി വേസ് ഓഫ് മൂവ്മെൻറ്റിൻ്റെ ഒരുപാട് വേസ്, വഴികൾ. ദി ഫിഗേഴ്സ് ഓഫ് വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ ഏതൊക്കെ ക്രിയേച്ചറാണ് തന്നത്? ഏതൊക്കെ ക്രിയേച്ചറാണ്? ഇതെന്താണ്? ഒരു കൊക്കാണല്ലേ, ഇതെന്താണ്? ഫ്രോഗാണ്, ഇത് സ്നേക്കാണ്, ഇതൊരു ഫിഷാണ്. മേക്ക് ദം ബൈ ഫോൾഡിങ് പേപ്പർ ഫോൾഡ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ക്രിയേച്ചേഴ്സിനെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. യൂസ് ദീസ് ഫിഗേഴ്സ് ടു ഷോ ഹൗ ദേ മൂവ് അല്ലെ. എങ്ങനെയാണ് അവ മൂവ് ചെയ്യുന്നതെന്ന് ഈ ഫിഗേഴ്സ് യൂസ് ചെയ്താൽ നമുക്കറിയാം അല്ലേ. ടു ആൾ ക്രിയേച്ചേഴ്സ് മൂവ് ഇൻ ദി സെയിം വേ. എല്ലാ ക്രിയേച്ചേഴ്സും ഒരുപോലെയാണ് മൂവ് ചെയ്യുന്നത്? അല്ല അല്ലേ. കാറ്റഗറൈസ് ക്രിയേച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദർ മൂവ്മെൻറ്റ്. അവയുടെ മൂവ്മെൻറ്റ് ചലനത്തിനനുസരിച്ചിട്ട് ആ ക്രിയേച്ചേഴ്സിനെ വേർതിരിക്കാനാണ്, കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അല്ലെ, ഇവിടെ തന്നെ നോക്കൂ, തവള എങ്ങനെയാണ്, ഫ്രോഗ് എങ്ങനെയാണ്, ചാടിയാണ് പോലെ. സ്നേക്ക് എങ്ങനെയാണ്, ഇയഞ്ഞാണ് അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ. അങ്ങനെ ഓരോന്നിനും ഓരോ മൂവ്മെൻറ്റാണ്, ചലനങ്ങൾ. വാക്കിംഗ് ക്രിയേച്ചേഴ്സ്, നടക്കുന്ന ക്രിയേച്ചേഴ്സ് അല്ലെ, വാക്ക് ചെയ്യുന്ന ക്രിയേച്ചേഴ്സ്. സ്നേക്ക് എന്താണ്? ക്രോളിംഗ് ക്രിയേച്ചറാണ് അല്ലേ, ഏകയാണ് ചെയ്യാറ്. ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ്, പറക്കുന്ന ക്രിയേച്ചേഴ്സിൻ്റെ നെയിംസ് ഇവിടെ ഇതാ. ദെൻ ഫിഷ് എന്താണ്? സ്വിമ്മിങ് ക്രിയേച്ചർ ആണല്ലേ. ഫിഷ് എന്താണ്? നീന്തുകയല്ലേ ചെയ്യുക, അപ്പോൾ സ്വിമ്മിങ് ക്രിയേച്ചർ അല്ലേ. നീന്തുന്ന ക്രിയേച്ചേഴ്സിൻ്റെ നെയിം ഇതിൽ എഴുതുക. ഈസ് ദർ എനി ക്രിയേച്ചർ ദാറ്റ് മൂവ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ? ഇനി ഏതെങ്കിലും ക്രിയേച്ചേഴ്സ് ഉണ്ടോ ഇതുപോലെ ഒന്നല്ലാതെ ഡിഫറെൻറ്റ് വേയിൽ മൂവ് ചെയ്യുന്നത് അല്ലേ? ഇനി ചാടുന്ന ക്രിയേച്ചേഴ്സ് ഉണ്ട് അല്ലേ. ഫ്രോഗും ഗ്രാസ് ഹോപ്പറൊക്കെ എന്താണ്? ചാടുകയാണല്ലേ ചെയ്യൽ. അങ്ങനത്തതുണ്ട്, ഇയലും പറക്കലും നീന്തലും ഒന്നല്ലാത്തത് ഇനി ചാടുന്നവയുണ്ട് അല്ലേ. ഒബ്സർവ് ദി മൂവ്മെൻറ്റ് ഓഫ് ക്രിയേച്ചേഴ്സ് ലൈക്ക് ഫ്രോഗ്സ്, ഗ്രാസ് ഹോപ്പേഴ്സ് എക്സെട്ര അല്ലേ. ഇവയുടെ മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാനല്ലേ. ഫ്രോഗും ഗ്രാസ് ഹോപ്പറും എന്താണ്? ഇങ്ങനെ ചാടലല്ലേ, ഇങ്ങനെ തുള്ളി ചാടിയാണ് പോലെ അല്ലേ. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദി ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി ക്രിയേച്ചേഴ്സ്? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ബന്ധമുണ്ടോ? ബോഡി ഫീച്ചേഴ്സും അവയുടെ മൂവ്മെൻറ്റും, അവയുടെ ചലനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിൻ്റെ ബോഡി ഫീച്ചറും ഇതിൻ്റെ ചലനവും തമ്മിൽ ബന്ധമുണ്ടല്ലേ. ഇങ്ങനെയുള്ള ബോഡി ഫീച്ചർ ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ. ഇതിൻ്റെ ബോഡി ഫീച്ചർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് നീന്തുന്നത്. അപ്പോൾ ബോഡി ഫീച്ചറും അവരുടെ മൂവ്മെൻറ്റും ചലനവും തമ്മിൽ ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ക്രിയേച്ചേഴ്സിന് ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ബോഡി ഫീച്ചേഴ്സും അതിൻ്റെ മൂവ്മെൻറ്റും ഇവിടെ എഴുതണം അല്ലേ. കുതിര ഫസ്റ്റ് എന്താണ്? ഹോസാണ് കുതിര. ബോഡി ഫീച്ചർ എന്താണ്? 4 legs ദാറ്റ് ബെൻഡ് ബാക്ക്വേർഡ്സ് അല്ലേ. 4 legs 4 legs ഉണ്ട്, ദാറ്റ് ബെൻഡ് ബാക്ക്വേർഡ്സ് ബാക്കോട്ടായിട്ട് ബെൻഡ് ചെയ്യുന്ന ലെഗ്സ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ചാടി ഇങ്ങനെ ഓടാൻ കഴിയുന്നത് കുതിരക്കല്ലേ. ഇങ്ങനെ സ്പീഡിൽ നടന്ന് ഓടാനൊക്കെ കഴിയുന്നതല്ലേ. മൂവ്മെൻറ്റ് എന്താണ്? വാക്ക്, റണ്ണ് അല്ലേ. നടക്കാനും കഴിയും, റൺ ചെയ്യാൻ, ഓടാനും കഴിയും. ഓക്കെ, അപ്പോൾ സ്നേക്സിൻ്റെ ബോഡി ഫീച്ചർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്നേക്കിൻ്റെ അല്ലേ, പാമ്പിൻ്റെ ബോഡി ഫീച്ചർ എന്താണ്? ഇറ്റ് ഹാസ് നോ ലെഗ്സ് ആൻഡ് ഹാൻഡ്. അതിന് കൈയും കാലും ഒന്നുമില്ലല്ലോ, ലെഗ്സും ഹാൻഡും ഒന്നുമില്ല. അതുകൊണ്ടാണ് അത് എഴഞ്ഞു പോകുന്നത്. കൈയും കാലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കാമായിരുന്നു അല്ലേ. അപ്പോൾ ക്രോൾ അല്ലേ, ക്രോൾ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ബോഡി ഫീച്ചറും മൂവ്മെൻറ്റും തമ്മിൽ ബന്ധമുണ്ടല്ലേ, കണക്ഷൻ ഉണ്ട്.
ദെൻ പീജിയൻ പ്രാവ്, ഇറ്റ് ഹാസ് വിങ്സ് ടു ഫ്ലൈ അല്ലെ, വിങ്സ് ഉണ്ട്, ചിറകുകളുണ്ട് ഫ്ലൈ ചെയ്യാനില്ലേ, പറക്കാൻ വേണ്ടിയിട്ട് ചിറകുകളുണ്ട്. ഷാർപ്പ് ബീക്ക് ആൻഡ് നെയിൽസ് അല്ലേ, ഷാർപ്പായിട്ടുള്ള ബീക്ക് ചുണ്ടുകളും നെയിൽസും നഖങ്ങളും ഉണ്ട് അല്ലേ. വിങ്സ് ഉള്ളത് കൊണ്ട്, പറക്കാൻ വേണ്ടി ചിറകുകളുള്ളത് കൊണ്ട് അതിനെന്താണ് മൂവ്മെൻറ്റ് എന്താണ്, ഫ്ലൈയും വാക്കും, നടക്കാനും കഴിയും കാല് കൊണ്ട്. ദെൻ ഫ്ലൈ ഇല്ലേ, ചിറകുകൾ കൊണ്ട് വിങ്സ് കൊണ്ട് ഫ്ലൈ പറക്കാനും കഴിയും. കണ്ടോ അതിൻ്റെ ബോഡി ഫീച്ചർ എന്താണ്, ചിറകുണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അതിന് പറക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റും ബോഡി ഫീച്ചറും തമ്മിലുള്ള കണക്ഷൻ കണ്ടോ, ഫ്ലൈ ചെയ്യാൻ അതിന് ചിറകുകൾ വിങ്സ് ഉള്ളത് കൊണ്ടാണ് പറക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഫിഷ് അല്ലേ, മീനിൻ്റെ എന്താണ് ഫ്ലാറ്റ് ബോഡിയാണ് അല്ലേ, അതുകൊണ്ട് തന്നെ അത് സ്വിം ചെയ്യും. അങ്ങനെ അതുകൊണ്ട് തന്നെ അത് നീന്തുകയാണ്, സ്വിം ചെയ്യുകയാണ് ചെയ്യുക അല്ലേ, ഫ്ലാറ്റ് ആയിട്ടുള്ള പരന്ന ബോഡിയാണ്. ഒബ്സർവ് ദി മൂവ്മെൻറ്റ് ഓഫ് എ ഡക്ക്, ഒരു ഡക്കിൻ്റെ മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെയാണല്ലേ, നീന്തുകയും ചെയ്യുന്നുണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ, രണ്ട് മൂവ്മെൻറ്റ് ഉണ്ട്. ആർ ദർ ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ അല്ലേ, ഒരു വേയിലൂടെ അല്ലാതെ മൂവ് ചെയ്യുന്ന ക്രിയേച്ചേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. യെസ് ഉണ്ട് അല്ലേ, ഇവിടെ ഡക്ക് തന്നെ ഇതാ രണ്ട് മൂവ്മെൻറ്റ് അല്ലേ, നീന്തുകയും ചെയ്യുന്നുണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്, സിമ്മും വാക്കും ഉണ്ടല്ലേ. ഫൈൻഡ് ദം ഔട്ട് അല്ലേ, അങ്ങനത്തെ ഏതൊക്കെ ക്രിയേച്ചേഴ്സ് ആണ്, ഏതൊക്കെയുള്ളത് അല്ലേ, ഹോസ്, ബേർഡ്, ഫ്രോഗ്. ഹോസിന് എന്താണ് നടക്കാനും ഓടാനും കഴിയും അല്ലേ, രണ്ട് വേല് അതിന് മൂവ് ചെയ്യാൻ കഴിയും. ഫ്രോഗിനും അതേപോലെ തന്നെ നടക്കാനും ഇങ്ങനെ ചാടാനും കഴിയും. ബേർഡിന് എന്താണ് ഫ്ലൈ ചെയ്യാൻ, പറക്കാനും കഴിയും, നടക്കാനും കഴിയും. മൂവ്മെൻറ്റ് എന്താണ് ഒന്നിൽ കൂടുതൽ മൂവ്മെൻറ്റ് കഴിയുന്നതാണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. റൈറ്റ് ഡൗൺ അബൌട്ട് ദി മൂവ്മെൻറ്റ് ഓഫ് മോർ ക്രിയേച്ചേഴ്സ്, ഇതുപോലത്തെ ക്രിയേച്ചേഴ്സിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഡിസ്കസ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് എക്സ്പാൻഡ് ദി അബൌട്ട് ടേബിൾ, ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ ടേബിൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, കൂടുതലാക്കിയിട്ട് എന്താ ക്രിയേച്ചേഴ്സിൻ്റെ നെയിമും അതിൻ്റെ ബോഡി ഫീച്ചേഴ്സും മൂവ്മെൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഈച്ച് ക്രിയേച്ചേഴ്സ് ഹാസ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ദി എൻവയോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലീവ്സ്. ഓരോ ക്രിയേച്ചേഴ്സും, ഈച്ച് ക്രിയേച്ചേഴ്സ് ആസ് എ മൂവ്മെൻറ്റ്, അതിൻ്റെ മൂവ്മെൻറ്റ് ചലനം എന്തിനാണ് ബേസ് ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ദി ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി, അതിൻ്റെ ബോഡി ഫീച്ചർ, ബോഡി എങ്ങനെയാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ദി എൻവയോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലീവ്സ്, അവ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ് എവിടെയാണ് ജീവിക്കുന്നത്, അതേപോലെ അതിൻ്റെ ബോഡിൻ്റെ ഫീച്ചേഴ്സ്, ബോഡി ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് ചലനം അല്ലേ. ഇവിടെ ആ ബോഡി, അതിൻ്റെ ബോഡി ഇങ്ങനെ ആയതുകൊണ്ടാണ് അതിനിങ്ങനെ ക്രോൾ ചെയ്യേണ്ടി വന്നത്, അതിൻ്റെ ബോഡിൻ്റെ ഫീച്ചറിനും അതെവിടെയാണ് ജീവിക്കുന്നതില്ലേ അതിൻ്റെ എൻവയോൺമെൻറ്റ് അതിനനുസരിച്ചിട്ടാണ് അല്ലേ. ഇവിടെ എന്താണ് കടലിലായ വെള്ളത്തിലായിട്ടാണ് അതിൻ്റെ എൻവയോൺമെൻറ്റ്, എവിടെയാണ് ലീവ്സ്, എവിടെയാണ് ജീവിക്കുന്നത്, വെള്ളത്തിലായതുകൊണ്ടാണ് അല്ലേ ഇങ്ങനെ നീന്തുന്നത്. അതേപോലെ തന്നെ ബോഡി എന്താണ് ഇങ്ങനെ പരന്നത് കൊണ്ടാണ് നീന്തേണ്ടി വന്നത്. അതിൻ്റെ ബോഡിയും അതെവിടെയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ആശ്രയിച്ചിരിക്കും, ബേസ് ചെയ്തിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ചലനങ്ങൾ. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഡൈവേഴ്സിറ്റി, വ്യത്യാസങ്ങൾ. ഇവിടെ എന്താണ്, ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, ഒരു പ്രൈം മാൻറ്റിസും, ഒരു പുൽച്ചാടിക്ക പോലെ ഒരു സാധനം അല്ലേ. അതെന്താണ് പറയുന്നത്, ആൻസ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. ആൻസ് ഉറുമ്പുകളും സ്മോൾ ഇൻസെക്ട്സ് ചെറിയ ഇൻസെക്ട്സ് പ്രാണികളുമാണ് എൻ്റെ ഫുഡ്, എൻ്റെ ഭക്ഷണം. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ എന്താണ് പറയുന്നത്, ഐ ലൈക്ക് ദി സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവറിലുള്ള മധുരമുള്ള സ്വീറ്റ് നെക്ടറിലെ മധുരമുള്ള തേന്, ആ ഫ്ലവറിലുള്ള മധുരമുള്ള നെക്ടറാണ് എനിക്കിഷ്ടം, സ്വീറ്റ് നെക്ടറാണ് എനിക്കിഷ്ടമെന്ന് ബട്ടർഫ്ലൈ പറയാണ്. അപ്പോൾ അതാ ഓരോരുത്തർക്കും ഓരോ ഫുഡാണല്ലേ ഇഷ്ടം. അപ്പോൾ അതെന്താണ്, ഫുഡിൽ വ്യത്യാസമുണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. ഹാവ് യു റീഡ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രൈം മാൻറ്റിസ് ആൻഡ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയും പ്രൈം മാൻറ്റിസും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ വായിച്ചു അല്ലേ. വാട്ട് ഡിഡ് ദേ സേ, അവരെന്താണ് പറയുന്നത്, ഫൈൻഡ് ഔട്ട് ദി ഫുഡ് ഓഫ് എ ഫ്യൂ അതർ ക്രിയേച്ചേഴ്സ് അല്ലേ, കുറച്ച് ക്രിയേച്ചേഴ്സിൻ്റെ കൂടി ഫുഡ് കണ്ടെത്താൻ, ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. ആൻഡ് റൈറ്റ് ദം ഇൻ ദി ടേബിൾ ഗിവൺ, ഇവിടെ തന്നിട്ടുള്ള ടേബിളിൽ അത് എഴുതാനും റൈറ്റ് ചെയ്യാൻ. ഇവിടെ ക്രിയേച്ചേഴ്സിൻ്റെ നെയിംസ് ഉണ്ട്, അവയുടെ ഫുഡ് ഇതിൻ്റെ നേരായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. കൗ എന്തൊക്കെയാണ് കഴിക്കലില്ലേ, പശു ലീഫും ഗ്രെയിൻസും, ക്രോ കാക്ക ഫ്രൂട്ട്സ്, മീറ്റ് ഫിഷ് ഗ്രെയിൻസ്, എലിഫൻറ്റ് ലീഫ്, ഷുഗർ കെയിൻ കരിമ്പ്, പാം ലീഫ് പനമ്പട്ടല്ലേ പനൻ്റെ ഇല, സ്ക്വറൽ സീഡ്സ് ഫ്രൂട്ട്സ്, ഹെന്ന് ലീഫ് മീറ്റ് ഫിഷ് ഗ്രെയിൻസ്, ഈഗിൾ മീറ്റ്, കിങ്ഫിഷർ ഫിഷ്, ഫ്രോഗ് സ്മോൾ ഫ്ലൈസ്, ഗ്രാസ് ഓപ്പർ ചെറിയ പ്രാണികളെയും ഗ്രാസ് ഓപ്പർ പിടിച്ചാടിനെയൊക്കെയാണ് തവള തിന്നുന്നത്. ലയൺ മീറ്റ് മാംസം, റാബിറ്റ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ലീവ്സ്. വിച്ച് എമോങ് ദി ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി ദി പാർട്സ് ഓഫ് ദി പ്ലാന്റ് അല്ലെ, പ്ലാന്റിൻ്റെ പാർട്സ് മാത്രം ഭക്ഷിക്കുന്ന ക്രിയേച്ചേഴ്സ് ഇതിലേതൊക്കെയാണ് അല്ലെ, കൗ, എലിഫൻറ്റ്, സ്ക്വിറൽ, അണ്ണാന്, റാബിറ്റ് അല്ലേ. റാബിറ്റൊക്കെ എന്താണ് വെജിറ്റബിൾസ് അല്ലേ, പ്ലാന്റ്സിൻ്റെ പാർട്സ് മാത്രമാണ്. ലീവ്സും ഫ്രൂട്ട്സൊക്കെ എന്താണ് പ്ലാന്റിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് അല്ലേ. കൗവും അത് തന്നെയാണ്. എലിഫൻറ്റ് നോക്കൂ, ലീഫ്, ഷുഗർ കെയിൻ, പാം ലീഫ് ഇതൊക്കെ എന്താണ് പ്ലാന്റിൻ്റെ പാർട്സ് ആണല്ലേ, പ്ലാന്റിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് കഴിക്കുന്നത് അല്ലേ. സ്ക്വിറൽ അണ്ണാന് സീഡ്സും ഫ്രൂട്ട്സും അല്ലേ, പ്ലാന്റിൻ്റെ പാർട്സ് മാത്രം കഴിക്കുന്നതാണ്. അതിനെ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ക്രിയേച്ചേഴ്സിനെ നമ്മൾ ഹെർബിവോസ് എന്ന് പറയും. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണല്ലേ, നമ്മൾ പഠിച്ചിരുന്ന ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആണ് ഹെർബ്, ഷ്രബ്, ട്രീസ്. അപ്പോൾ ഹെർബ്സ് മാത്രം കഴിക്കുന്നതിന് നമ്മൾ ഹെർബിവോസ് എന്ന് പറയും. വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ് മാത്രം കഴിക്കുന്നത്, മാംസം മാത്രം കഴിക്കുന്നത് ആരൊക്കെയാണല്ലേ. നമ്മുടെ ലയൺ ഉണ്ട്, ലയൺ എന്താണ് മാംസം മാത്രമാണ് കഴിക്കുക. ഈഗിൾ അല്ലേ, പരുന്ത്, കിങ്ഫിഷർ എന്താണ് ഫിഷാണ് കഴിക്കുന്നത്, അതെന്താണ് മാംസമാണ്. മാംസം മാത്രം കഴിക്കുന്നതിന് എന്ത് പറയും, നമ്മൾ കാർണിവോർസ് എന്ന് പറയും. വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്, പ്ലാന്റ്സും മീറ്റും രണ്ടും കഴിക്കുന്നത്. ഫസ്റ്റ് എന്താണ് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നുണ്ട്, ദെൻ മീറ്റ് മാത്രം കഴിക്കുന്നത്. ഇനി പ്ലാന്റ്സും മീറ്റും രണ്ട് കഴിക്കുന്നത് ആരാ, നമ്മൾ ഹ്യൂമൻസ് കഴിക്കാറുണ്ടല്ലേ. ഇതിലേതൊക്കെയാണുള്ളത്, ക്രോയിലെ കാക്കയുണ്ട്, ഹെന്ന് കോഴിയുണ്ട്, ഫ്രോഗിലെ തവളയുണ്ട്. ഇതൊക്കെ എന്താണ് വെജിറ്റബിൾസും നമ്മൾ കൊടുക്കുന്ന മാംസവും രണ്ടും കഴിക്കുന്നവരാണല്ലേ. കോഴിക്കൊക്കെ നമ്മളെന്താണ് പ്ലാന്റ്സ് ഇട്ട് കൊടുത്താലും മീറ്റ് ഇട്ട് കൊടുത്താലും കഴിക്കും. അപ്പോൾ രണ്ടും കഴിക്കുന്നവരെ നമ്മളെന്താ പറയുക, ഓംനിവേഴ്സ് എന്നാണ് പറയുക. നമ്മളെന്താണ് ഓംനിവേഴ്സ് ആണ്. ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ് ആർ കാൾഡ് ഹെർബിവോസ്.
അല്ലേ? ഏത് ക്രിയേച്ചേഴ്സിനെയാണ് ഹെർബിവോസ് എന്ന് പറയുന്നത്? വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ്. പ്ലാന്റിൻ്റെ പാർട്സ് മാത്രം കഴിക്കുന്ന ക്രിയേച്ചേഴ്സിനെ നമ്മൾ ഹെർബിവോസ് എന്ന് പറയും. സസ്യബുക്ക് അല്ലേ? സസ്യം മാത്രം കഴിക്കുന്ന സസ്യബുക്ക് എന്ന് പറയില്ലേ? ഹെർബിവോസ് അല്ലേ? പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ക്രിയേച്ചേഴ്സിനെ ഹെർബിവോസ് എന്ന് പറയും. ദി ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കാൾഡ് കാർണിവോസ്. അല്ലെ, മീറ്റ് മാത്രം കഴിക്കുന്ന ക്രിയേച്ചറിനെ നമ്മൾ കാർണിവോസ് എന്ന് പറയും. അതായത് മാംസബുക്ക്, മാംസം കഴിക്കുന്നതിനെ മാംസബുക്ക് എന്ന് പറയും. മീറ്റ് മാത്രം കഴിക്കുന്നതിനെ കാർണിവോസ്. അല്ലെ, ഹെർബ്സ് എന്ന് പറഞ്ഞാൽ സസ്യമാണല്ലേ? ഹെർബ്സ്, സ്ട്രബ്സ്, ട്രീസ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഹെർബ്സ് മാത്രം കഴിക്കുന്ന, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നതിനെ ഹെർബിവോസ്. അല്ലെ, മീറ്റ് മാത്രം കഴിക്കുന്നതിനെ കാർണിവോസ്. ഒംനിവേഴ്സ് ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. അല്ലെ, പ്ലാന്റ്സും മീറ്റും രണ്ടും കഴിക്കുന്ന, രണ്ടും കഴിക്കുന്ന ക്രിയേച്ചേഴ്സിനെ നമ്മൾ ഒംനിവേഴ്സ് എന്ന് പറയും. അല്ലെ, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നതിന് ഹെർബിവോസ്, മീറ്റ് മാത്രം കഴിക്കുന്നതിന് കാർണിവോസ്. അല്ലേ, ഇത് രണ്ടും കഴിക്കുന്നുണ്ട്. നമ്മളെന്താണ്? പ്ലാന്റ്സും കഴിക്കും, മീറ്റിലെ മാംസവും കഴിക്കും. രണ്ടും കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളല്ലേ? നമ്മളെന്താണ്? ഒംനിവേഴ്സ് ആണ്. അങ്ങനെ രണ്ടും കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഒന്ന് മാത്രം കഴിക്കുന്നവരുണ്ട്. ഈ രണ്ടും കഴിക്കുന്നതിനെ നമ്മൾ ഒംനിവേഴ്സ് എന്ന് പറയും. അല്ലേ, നമ്മൾ ഒംനിവേഴ്സ് ആണ്, നമ്മൾ രണ്ടും കഴിക്കാറുണ്ട്. കളർ ദി സർക്കിൾസ് ഇൻ ദി ബോക്സ്. ഈ ബോക്സിലുള്ള സർക്കിൾസ് എന്താണ്? ഈ സർക്കിൾസ് കളർ ചെയ്യാനാണ്. അക്കോർഡിംഗ് ടു ക്ലൂസ് ഗിവൻ. ഇവിടെ താഴെ തന്നിട്ടുള്ള ക്ലൂസ് തന്നതിനനുസരിച്ച് കളർ ചെയ്യാനാണ്. അതായത് കാർണിവോസിന് എന്താണ്? യെല്ലോ കളർ അല്ലേ? ഒംനിവേഴ്സിന് ഗ്രീൻ കളറും ഹെർബിവോസിന് റെഡ് കളറും. കാർണിവോസിന് യെല്ലോ കളർ അല്ലേ? യെല്ലോ കളറിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് കാർണിവോസ്? അല്ലേ, മീറ്റ് മാത്രം കഴിക്കുന്നത്, മാംസം മാത്രം കഴിക്കുന്നത് ടൈഗറും ലിസാർഡും മാംസം മാത്രമാണ് കഴിക്കൽ. ഒംനിവേഴ്സ് എന്താണ്? അല്ലേ, പ്ലാന്റ്സും മീറ്റും രണ്ടും കഴിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള ക്രിയേച്ചേഴ്സിനെയാണ് ഒംനിവേഴ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സും മീറ്റും രണ്ടും കഴിക്കുന്നത്, ബോത്ത് രണ്ടും ഈറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഒംനിവേഴ്സ് എന്ന് പറയും. അപ്പോൾ ഒംനിവേഴ്സ് ഇത് ഏതൊക്കെയാണ്? ഹെന്ന്, ഫ്രോഗും റാറ്റും രണ്ടും കഴിക്കുന്നവയാണ്. ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഹെർബിവോസ് എന്താണ്? പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നത് അല്ലേ? റെഡ് കളറിൽ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നത് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്നത് കവ്, ഡീർ, ബഫലോ, ഹൗസ് ഫ്ലൈ, ബട്ടർഫ്ലൈ. ദെൻ കംപ്ലീറ്റ് ദി ലിസ്റ്റ് ബൈ ആഡിങ് മോർ നെയിംസ് ഓഫ് ആനിമൽസ്. അല്ലേ, കുറേ ആനിമൽസിൻ്റെ നെയിംസ് എഴുതിയിട്ട് ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഹെർബിവോസിൻ്റെ എക്സാമ്പിൾ, കാർണിവോസിന്, ഒംനിവേഴ്സിന്. അപ്പോൾ ഹെർബിവോസിന് ഞാൻ ഗ്രീൻ കളറിലല്ലേ, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നതിനാണ് ഹെർബിവോസ് എന്ന് പറയുന്നത്. അല്ലേ, മാംസം, മീറ്റ് മാത്രം കഴിക്കുന്നതിന് കാർണിവോസ്. അപ്പോൾ ഞാൻ റെഡ് കളറിലൊന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒംനിവേഴ്സ് ഇത് രണ്ടും കഴിക്കുന്നത്, പ്ലാന്റ്സും മീറ്റും രണ്ട് കഴിക്കുന്ന ക്രിയേച്ചേഴ്സിനെ ഒംനിവേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹെർബിവോസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കൗ, ഡീർ, റാബിറ്റ്, സ്ക്വയറൽ, എലിഫൻറ്റ്, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, ടോർട്ടോയ്സ്. ഇതൊക്കെ എന്താണ്? പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ആനിമൽസ് ആണ്. കാർണിവോസ് ലയൺ, ടൈഗർ, ലിയോപാഡ്, വോൾഫ്, ഷാർക്ക്, സ്നേക്ക്, ഈഗിൾ, ഒക്ടോപ്പസ്. ഇതൊക്കെ എന്താ? മാംസം മാത്രം, മീറ്റ് മാത്രം കഴിക്കുന്ന കാർണിവോസ് ആണ്. ദെൻ ഒംനിവേഴ്സ് ക്രോ, ഹ്യൂമൻ, ബിയർ, പിഗ്, കാറ്റ്, റാറ്റ്, മൗസ്, ഡോഗ്. ഇത് ഒംനിവേഴ്സ് എന്താണ്? പ്ലാന്റ്സും മീറ്റും രണ്ടും കഴിക്കുന്ന ക്രിയേച്ചേഴ്സിനാണ് നമ്മൾ ഒംനിവേഴ്സ് എന്ന് പറയുന്നത്. അല്ലേ, നമ്മളെപ്പോലെ ഹ്യൂമൻസിൻ്റെ എക്സാമ്പിളാണ്, ഒംനിവേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദി ബോഡി ഫീച്ചേഴ്സ് ഓഫ് ക്രിയേച്ചേഴ്സ് ആൻഡ് ദർ ഫുഡ് ഹാബിറ്റ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? റൈറ്റ്. അല്ലേ, കണക്ഷൻ ഉണ്ടോ? ഉണ്ടല്ലേ? യെസ്. അല്ലേ, ബിറ്റ്വീൻ ബോഡി ഫീച്ചേഴ്സില്ലേ, അവയുടെ ബോഡി ഫീച്ചേഴ്സും അവരുടെ ഫുഡ് ഹാബിറ്റും തമ്മിൽ കണക്ഷൻ ഉണ്ട്, ബന്ധമുണ്ട്. ഇല്ലേ, ഇവിടെ തന്നെ കാർണിവേഴ്സ്, ലയൺ, ടൈഗർ, അവർക്ക് എന്താണ്? നല്ല മാംസം കഴിക്കാൻ പറ്റുന്ന പല്ലുകളായിരിക്കും. അതിൻ്റെ ബോഡി അതിനനുയോജ്യമായ പല്ലുകളായിരിക്കും. അല്ലേ, ഇവിടെ ഹെർബിവോസിന് എന്താണ്? ഇല്ലേ, പ്ലാന്റ്സിന് കഴിക്കാൻ പറ്റിയ പല്ലുകൾ, അങ്ങനത്തെ ചവച്ചരക്കാൻ പറ്റിയ പല്ലുകൾ ഉണ്ടായിരിക്കില്ല. അങ്ങനെ അവരുടെ ബോഡി അതിനനുയോജ്യമായ ബോഡി ആയിരിക്കും അവർക്കുണ്ട്. നമ്മൾ ഹ്യൂമൻസിന് തന്നെ പ്ലാന്റ്സും മാംസവും രണ്ട് കഴിക്കാൻ പറ്റുന്ന പല്ലുകളും ബോഡി ഫീച്ചറും ആണ് ഉള്ളത്. അല്ലേ, ഈ പിക്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ. വിത്ത് ബോഡി പാർട്സ് ഓഫ് ദി ക്രിയേച്ചേഴ്സ് ഹെൽപ്പ് ദം ടു ക്യാച്ച് ദർ പ്രേ ആൻഡ് ഈറ്റ് ഇറ്റ്. അല്ലേ, അതിൻ്റെ ഏത് ബോഡീൻ്റെ ഭാഗമാണ്, പാർട്സ് ആണ് അവയെ ഹെൽപ്പ് ചെയ്യുന്നത്, സഹായിക്കുന്നത്? ടു ക്യാച്ച് ദർ പ്രേ, അവയുടെ ഇരയെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ഈറ്റ് ഇറ്റ്, അതിനെ തിന്നാൻ വേണ്ടിയിട്ട്. ഹൗ, എങ്ങനെയൊക്കെയാണ്? ഫ്രോഗിൻ്റെ ടങ്ങിലെ, നാവാണ് അതിൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതിൻ്റെ ടങ്ങാണല്ലേ, അപ്പോൾ ബോഡി പാർട്സ് ടങ്ങാണല്ലേ, ടങ് കൊണ്ടാണ്, നാവ് കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്യൽ, എന്നിട്ട് തിന്നലാണ്. ഡക്കിൻ്റെ ബീക്ക് ചുണ്ടുകളാണ് എന്താണ്? അതിൻ്റെ ഇരയെ പിടിക്കാനും അത് ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈഗിളുടേത് ബീക്ക്, ലെഗ്സ്, നെയിൽ. അല്ലെ, ബീക്ക് ചുണ്ടുകൾ, ലെഗ്സ് കാല്, നൈല് നഖങ്ങൾ. അല്ലെ, അതിൻ്റെ കാലും നഖമൊക്കെ വെച്ചിട്ടാണ് അത് ഓരോന്നിനെ പിടിച്ച് റാഞ്ചി കൊണ്ടുപോകുന്നത്. അല്ലേ, കോഴിക്കുട്ടീനൊക്കെ പോലത്തെ അതിൻ്റെ ചുണ്ടുകൾ വെച്ചിട്ട് അത് തിന്നും ചെയ്യും. ഫ്രോഗ് ടങ് അല്ലേ, നാവ് കൊണ്ടാണ് ഇരയെ പിടിക്കുന്നത്, നാവ് നീട്ടി ഇങ്ങനെ പിടിക്കും. ലയൻ്റെത് ടീത്തും നൈലും അല്ലേ, നല്ല കൂർത്ത ടീത്തും അതുപോലെ നഖങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇവ ഫുഡ് കഴിക്കുന്നതും അതിൻ്റെ ഇരയെ പിടിക്കുന്നതും. കാർണിവോസ് യൂസ് ദർ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദർ പ്രേ. അല്ലേ, കാർണിവോസ് എന്നാൽ മീറ്റ് മാത്രമല്ലേ, മാംസം കഴിക്കുന്ന ക്രിയേച്ചറിനെയാണ് കാർണിവോസ് എന്ന് പറയുന്നത്. അല്ലേ, അവ എന്താണ്? യൂസ് ദർ ഷാർപ്പ് നൈൽസ്, അവയുടെ ഷാർപ്പായിട്ടുള്ള നൈൽസ്, കൂർത്ത നഖങ്ങൾ ആണ് ഉപയോഗിക്കുന്നത്. ടു അറ്റാക്ക് ദർ പ്രേ, അവയുടെ ഇരകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂർത്ത നഖങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ദേ യൂസ് ദർ ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത്. അല്ലേ, ഷാർപ്പ് നല്ല മൂർച്ചയുള്ളത് പോയിൻ്റ് ആയിട്ട് ഇങ്ങനെ കോല് പോലുള്ള ടീത്ത് പല്ലുകളാണ്. അല്ലേ, ബൈറ്റ് ചെയ്യാൻ, ചവക്കാനും, ടിയർ ദർ പ്രേ അതിൻ്റെ ഇരയെ തിന്നാനും ചവക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ പല്ലുകൾ ഉണ്ടായത് കൊണ്ടാണ്. അല്ലെ, അവർക്ക് എന്താണ്? മാംസം കഴിക്കാൻ കഴിയുന്നത്. കാർണിവോർ ബേർഡ്സ് ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് ദർ പ്രേ വിത്ത് ദർ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്സ്. അല്ലേ, ബേർഡ്സിലുണ്ട് കാർണിവേഴ്സ്. അല്ലേ, മാംസം മാത്രം കഴിക്കുന്ന ബേർഡ്സിന് എന്താണ്? ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് ദർ പ്രേ,
അവിടെ എന്താണ് കൊത്തി തിന്നാനും അതിൻ്റെ ഇരയെ തിന്നാനും എന്താണ് ദ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്സിലെ സ്ട്രോങ് ആയിട്ട് നല്ല ഉറപ്പുള്ളതും ഷാർപ്പ് നല്ല കൂർത്ത ബീക്സിലെ ചുണ്ടുകൾ ഉണ്ടാവും അല്ലേ. ഇങ്ങനത്തെ ചുണ്ടുകൾ നല്ല കൂർത്ത ഉറപ്പുള്ള ചുണ്ടുകളുള്ളവയാണ് അല്ലേ മാംസം കഴിക്കുന്ന കാർണിവോസ്. സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദർ ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഹെൽപ്പ് ദം ഇൻ ഗ്യാതറിങ് ഫുഡ് അല്ലേ. അവയുടെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ലെഗ്സ് ആൻഡ് ദർ ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഇവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുള്ള നഖങ്ങളാണുള്ളത് അല്ലേ. അതിനെ ഹെൽപ്പ് ചെയ്ത് സഹായിക്കും ടു ഗ്യാതറിങ് ഫുഡ്സിലെ. പരുന്തൊക്കെ എന്താണ് കോഴിക്കുട്ടിയൊക്കെ എന്താണ് കോയിനൊക്കെ ഇങ്ങനെ ഈ കാലിൻ്റെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ റാഞ്ചി എടുത്ത് കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെ കാലിനോട് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകും. അതിന് അവരുടെ നഖങ്ങളും കാലൊക്കെ അതിനെ സഹായിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ എന്താണ് ബോഡി ഫീച്ചേഴ്സ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അവർക്ക് എന്താണ് മാംസം കഴിക്കാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ ആ ബോഡി ഫീച്ചറും അവയുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത് ഒരു കണക്ഷൻ ഉണ്ടല്ലേ, ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവർ കാർണിവോർ ആയത്. ദി സ്ട്രക്ചർ ഓഫ് ദി ടീത്ത് ഓഫ് ഹെർബിവോർ ഈസ് സ്യൂട്ടഡ് ടു ച്യൂ പ്ലാന്റ് പാർട്സ്. പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്നവർക്ക് അത് ചവച്ച് തിന്നാനുള്ള അനുയോജ്യമായ പല്ലുകളാണ് അവർക്ക് ഉണ്ടാവുക അല്ലേ. മാംസം കഴിക്കുന്നവർക്ക് അതിന് സ്യൂട്ടായ പല്ലുകൾ, നല്ല കൂർത്ത പല്ലുകളാണ് ഉണ്ടാവുക. പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവർക്ക് അതിന് അനുയോജ്യമായ പല്ലുകളാണ് ഉണ്ടാവുക. മിനി ഫോംസ് വൺ ലൈഫ്. മിത്ര വാസ് പ്ലേയിങ് ഇൻ ദി കോട്ടിയാട്. കോട്ടിയാടിൽ എന്താണ് മിത്ര കളിക്കുകയായിരുന്നു. ദർ വേർ സം ലൈറ്റ് യെല്ലോ പേളി ഒബ്ജക്ട്സ് ഇൻ എ പ്ലാന്റ്. അവിടെ എന്താണ് സം ലൈറ്റ് യെല്ലോ പേളി ഒബ്ജക്ട്സ് ഇതാ ഇതുപോലത്തെ എന്താണ് യെല്ലോ കളറിലുള്ള പേള് പോലെ മുത്തുകൾ പോലെയുള്ള ഒരു ഒബ്ജക്റ്റ് ഒരു പ്ലാന്റിൽ മിത്ര കണ്ടു. മിത്ര കാൾഡ് ഹെർ മദർ. അമ്മയെ വിളിച്ചു. മദർ ലുക്ക്ഡ് അറ്റ് ദി ലീവ്സ്. അമ്മ ലീവ്സിൽ നോക്കി. ദീസ് ആർ ദി എഗ്സ് ഓഫ് ബട്ടർഫ്ലൈ ഡിയർ. ഇതെന്താണ് ബട്ടർഫ്ലൈൻ്റെ എഗ്സ് ആണ്, മുട്ടകളാണ്. ഷീ വെയിറ്റഡ് ഈഗർലി ടു സീ ദി ബട്ടർഫ്ലൈ കമ്മിങ് ഔട്ട് ഓഫ് ദി എഗ്. എന്താണ് വെയിറ്റ് ചെയ്തു, കാത്തു നിന്നു എന്താണ് ബട്ടർഫ്ലൈനെ കാണാൻ വേണ്ടിയിട്ട്. ഈ എഗ്ഗിൽ നിന്ന് ബട്ടർഫ്ലൈ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തു. വാട്ട് എ സർപ്രൈസ്, ഷീ സോ ഓൺലി വേംസ്. എന്തൊരു അത്ഭുതം, അവൾ എന്താണ് വേംസ് പുഴുക്കളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മോം ആർ ദേ റിയലി നോട്ട് ദി എഗ്സ് ഓഫ് ദി ബട്ടർഫ്ലൈസ്. എന്താണ് ശരിക്കും ബട്ടർഫ്ലൈൻ്റെ എഗ്സ് തന്നെയല്ലേ, മുട്ടകളെ തന്നെയല്ലേ. ദീസ് വേംസ് വിൽ ബിക്കം ബട്ടർഫ്ലൈ ഡിയർ, ഇറ്റ് ഈസ് കാൾഡ് ലാർവ. ഈ വേംസ് ആണ് എന്ത് പിന്നെ ബട്ടർഫ്ലൈ ആയി മാറുന്നത് എന്ന് പറയാണ്. അതിനെന്താണ് പറയുന്നത്, ലാർവ എന്നാണ് പറയുക അല്ലേ. ഇതെന്താണ് ഈ മുട്ട വിരിഞ്ഞിട്ട് ഫസ്റ്റ് എന്താണ് പുഴുക്കൾ, വേംസ് ആണ്. ഈ വേംസ് ആണ് പിന്നെ ബട്ടർഫ്ലൈ ആയി മാറുന്നത്, അതിനെ ലാർവ എന്ന് പറയും. മിത്ര ബിക്കെയിം ക്യൂരിയസ്. മിത്രക്ക് എന്താണ് ആകാംക്ഷയായില്ലേ, അത്ഭുതമായി, ക്യൂരിയസ് ആയി, അതറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷയായി. ഷീ ടുക്ക് ഫോട്ടോസ് ഓഫ് ദി ചേഞ്ചസ് ഹാപ്പനിങ് ടു ദി വേം ഇൻ ദി ഫോളോവിങ് ഡേയ്സ്. അവൾ എന്താണ് ഫോട്ടോ എടുത്തുല്ലേ, ഫോട്ടോ എടുത്തു. ചേഞ്ചസ് ഹാപ്പനിങ്, ആ വേംസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഈ ഡേയ്സിൽ വേംസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്താണ് അവൾ ഫോട്ടോ എടുത്തു. ഒബ്സർവ് ദി പിക്ചർ. ഈ പിക്ചർ നിരീക്ഷിക്കാൻ. ഫൈൻഡ് ഔട്ട് ദി നെയിംസ് ഓഫ് ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിൻ്റെയും ഓരോ ഘട്ടങ്ങളുടെയും നെയിം കണ്ടെത്തുക. ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങളുടെ ബുക്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ. മിത്ര എടുത്ത ഫോട്ടോ ഇവിടെ ഉണ്ടല്ലേ, പിക്ചർ ഉണ്ടല്ലേ, ഇതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്. സ്റ്റേജിലെ ബട്ടർഫ്ലൈ ആയി മാറുന്ന ഘട്ടങ്ങൾ സ്റ്റേജ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്, എഗ്ഗാണല്ലേ, മുട്ടകളാണ് ഉണ്ടാവുക. ആ മുട്ട വിരിഞ്ഞ് എന്താകും, ലാർവയാവൂലേ, പുഴുക്കളെ പോലെ ചെറിയ ലാർവയായി മാറും. ആ പുഴുവിനെ നമ്മൾ പറയുന്നത് ലാർവ എന്നാണല്ലേ. പിന്നെ ഈ ലാർവ എന്താകും അല്ലേ, പ്യൂപ്പയാകും അല്ലേ, ഒരു കൂട് പോലെ ഫോം ചെയ്തിട്ട് അത് പ്യൂപ്പയായി മാറും. പിന്നെ ഈ കൂടുന്ന് എന്താവും, ഈ പ്യൂപ്പെന്ന് ബട്ടർഫ്ലൈ വിരിഞ്ഞുണ്ടാകും അല്ലേ. പ്യൂപ്പ് എന്താവും, എന്നിട്ട് ബട്ടർഫ്ലൈ ആയി മാറും. അങ്ങനെയാണ് നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാകുന്നത്. പിന്നെ ഈ ബട്ടർഫ്ലൈ എന്താണ്, എഗ്സ് ഇടും, മുട്ടകളിടും. ആ മുട്ട പിന്നെ എന്താവും, ലാർവയാവും. ആ ലാർവ പ്യൂപ്പയാവും, പിന്നെ ബട്ടർഫ്ലൈ ആവും. ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഈ ഘട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അല്ലേ. ഇഫ് യു ഒബ്സർവ് ദി ബോട്ടം ഓഫ് ദി കറി ലീവ്സ് ആൻഡ് ഒതർ പ്ലാന്റ്സ്. നിങ്ങളെന്താണ് കറി ലീവ്സ്, കറിവേപ്പിലേൻ്റെ ഒതർ പ്ലാന്റ്സ്, ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ ബോട്ടം അടിഭാഗം ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, നിരീക്ഷിക്കുകയാണെങ്കിൽ, യു ക്യാൻ ഫൈൻഡ് ബട്ടർഫ്ലൈ എഗ്സ് സ്റ്റിക്കിംഗ് ദർ. നിങ്ങൾക്ക് എന്ത് കാണാം, ബട്ടർഫ്ലൈൻ്റെ എഗ്സ്, മുട്ടകൾ എന്താണ് പറ്റി പിടിച്ചിരിക്കുന്നത് കാണാമല്ലേ. ഇതുപോലെ ഇലകളുടെ അടി ബോട്ടം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബട്ടർഫ്ലൈ എഗ്സ് ഇട്ടത്, ബട്ടർഫ്ലൈൻ്റെ മുട്ടകൾ കാണാൻ കഴിയും. കളർ ദി ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈക്ക് കളർ കൊടുക്കുക. ഒബ്സർവ് ദീസ് ബട്ടർഫ്ലൈസ്. ഈ ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്യൂ, നിരീക്ഷിച്ച് നോക്കൂ. ആർ നോട്ട് ദി ഡിസൈൻസ് ഓൺ ദി വിങ്സ് ദി സെയിം. ഈ വിങ്സിലുള്ള ഡിസൈൻസ് സെയിം ആണോ, ചിറകിലുള്ള ഡിസൈൻസ് സെയിം ആണോ, അല്ല, ഡിഫറെൻ്റ് ആണല്ലേ. നോ. ഹൗ അബൌട്ട് ദി ബട്ടർഫ്ലൈ ദാറ്റ് യു കളേർഡ്. നിങ്ങൾ കളർ കൊടുത്ത ബട്ടർഫ്ലൈ എങ്ങനെയാണ്, അതും വ്യത്യസ്തമാണ് അല്ലേ. ഡു ദി വിങ്സ് ഓഫ് ആൾ ബട്ടർഫ്ലൈസ് ലുക്ക് ലൈക്ക് ദിസ്. എല്ലാ ബട്ടർഫ്ലൈസിൻ്റെ വിങ്സ് ഇങ്ങനെ തന്നെയാണോ. ഒബ്സർവ് ദി ബട്ടർഫ്ലൈ ഇൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചുറ്റുഭാഗത്തുമുള്ള ബട്ടർഫ്ലൈനെ നിരീക്ഷിക്കാൻ, ഒബ്സർവ് ചെയ്യാൻ. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ് ടു ദി ക്ലാസ്. നിങ്ങൾ കണ്ടുപിടിച്ചത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിംസ് ടു ഐഡൻറ്റിഫൈ ദം. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിന് തിരിച്ചറിയാൻ എന്താണ്, ഓരോ ബട്ടർഫ്ലൈക്കും എന്താണ് നെയിം ഉണ്ട് അല്ലേ, പേരുകളുണ്ട്. ഓ, ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്. ബട്ടർഫ്ലൈസിന് നെയിംസ് ഉണ്ടോ, പേരുകളുണ്ടോ, ഉണ്ട് അല്ലേ. ഈ ബട്ടർഫ്ലൈൻ്റെ നെയിം എന്താണ്, കോമൺ ജസ്ബെൽ എന്നാണ്. ഈ ബട്ടർഫ്ലൈൻ്റെ പേരെന്താണ്, കോമൺ ഗ്രാസ് യെല്ലോ എന്നാണ്. ദി ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഈസ് സൗത്തേൺ ബേർഡ് വിങ്. ഗരുഡശലഭം. ഗരുഡശലഭം എന്ന് പറഞ്ഞ സൗത്തേൺ ബേർഡ് വിങ് ആണ് എന്ത്, കേരളത്തിലെ ലാർജസ്റ്റ്, ഏറ്റവും വലിയ ബട്ടർഫ്ലൈ. കേരളത്തിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഇതാ ഗരുഡശലഭം, സൗത്തേൺ ബേർഡ് വിങ് ആണ്. ആൻഡ് ദി സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജ്വൽ. രത്നനീലി. ദ ഗ്രാസ് ജ്വൽ ആണ് ഇത്. ഇതാണല്ലേ രത്നനീലി എന്ന് പറഞ്ഞതാണ് ഏറ്റവും ചെറുത്, സ്മോളസ്റ്റ് ആയിട്ടുള്ളത്. കേരളത്തിലത്തേതാണ് ഏറ്റവും ചെറുത് എന്താണ്, ഗ്രാസ് ജ്വൽ, രത്നനീലി. ഏറ്റവും വലുതെന്താണ്, ഗരുഡശലഭം, സൗത്തേൺ ബേർഡ് വിങ്. ദി ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീക്കോക്ക്. ബുദ്ധമയൂരി.
ഒഫീഷ്യലായിട്ടുള്ള ബട്ടർഫ്ലൈ ഏതാണ്? നമ്മുടെ കേരളത്തിൻ്റെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ആണ് മലബാർ ബാൻഡഡ് പീക്കോക്ക്, ബുദ്ധമയൂരിയാണ്. ദി പിക്ചർ ഓഫ് സം ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ ഗിവൺ ബിലോ. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പിക്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ടോണി കോസ്റ്റർ, കോമൺ പേരറ്റ്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, ലെമൺ പാൻസി, കോമൺ മോർമോൺ. ഒബ്സർവ് ദി ബട്ടർഫ്ലൈ ഇൻ യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ദർ നെയിംസ് ആൻഡ് റൈറ്റ് ദം. നിങ്ങളുടെ ചുറ്റുപാടുള്ള ബട്ടർഫ്ലൈസിനെ ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ നെയിംസ് എഴുതണം. ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ് ഇൻ 2 ways. ബട്ടർഫ്ലൈസ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് 2 തരത്തിലാണ്. ഫസ്റ്റ് വൺ ഫോർ ലൈയിങ് എഗ്സ് ആൻഡ് സെക്കൻഡ് വൺ ഫോർ ഫുഡ്. ലൈയിങ് എഗ്സിനും ഫുഡിനും വേണ്ടിയിട്ടാണ്, അതായത് മുട്ടകൾ ഇടാൻ വേണ്ടിയിട്ട്. പ്ലാന്റ്സിലാണല്ലേ ബട്ടർഫ്ലൈസ് മുട്ടകൾ ഇടുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡിന് വേണ്ടിയിട്ടാണ് ആശ്രയിക്കുന്നത്. ദി കോമൺ മോർമൺ ബട്ടർഫ്ലൈ, നാരകക്കാളി, യൂഷ്വലി ലേസ് എഗ് ഓൺ ദി സിട്രസ് പ്ലാന്റ്. കോമൺ മോർമൺ ബട്ടർഫ്ലൈ എന്തിലാണ് മുട്ടകൾ ഇടുന്നത്? ഏതിലാണ്? സിട്രസ് പ്ലാന്റിലാണ്, അതായത് നാരകം. ആൻഡ് ദി ഓറഞ്ച് ബെറി പ്ലാന്റ്, പാനാൽ എന്ന് പറഞ്ഞ ഓറഞ്ച് ബെറി പ്ലാന്റിലുമാണ് മുട്ടകൾ ഇടുന്നത്. ദർ ലാർവ ഈറ്റ് ദി ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. അവയുടെ ലാർവ അല്ലേ, അതിൻ്റെ ലാർവകൾ എന്താണ്? അതിൻ്റെ പ്ലാന്റ്സിൻ്റെ ലീവ്സാണ് ഭക്ഷിക്കുന്നത്, ഈറ്റ് ചെയ്യുന്നത്. വെൻ ദേ ബിക്കം ബട്ടർഫ്ലൈസ്, ഈ ലാർവയാണ് പിന്നെന്താണ്? ബട്ടർഫ്ലൈ ആയി മാറുന്നത് അല്ലേ. അങ്ങനെ ബട്ടർഫ്ലൈ ആയി മാറുമ്പോൾ ദേ ഫൈൻഡ് നെക്ടർ ഫ്രം ദി ഫ്ലവർ ഓഫ് ഹിബിസ്കസ്. അവയെന്താണ്? അതിന് നെക്ടർ, തേന് പൂക്കളിൽ നിന്നും. എന്തിൻ്റെയൊക്കെ പൂക്കളിൽ നിന്നാണ്? ഫ്ലവർ ഓഫ് ഹിബിസ്കസ്, വൈറ്റ് ഓർക്കിഡ് ട്രീ ആൻഡ് മോർണിംഗ് ബ്രീസ് പ്ലാന്റ്. ഹിബിസ്കസിൻ്റെയും വൈറ്റ് ഓർക്കിഡ് ട്രീൻ്റെയും മോർണിംഗ് ബ്രീസ് പ്ലാന്റിൻ്റെയും ഫ്ലവേഴ്സിൽ നിന്ന് നെക്ടർ കണ്ടെത്തും അവർ അല്ലേ, തേനുകൾ കണ്ടെത്തും. ബട്ടർഫ്ലൈ ആയാൽ തേനായിട്ട് കഴിക്കും, ലാർവ ആകുമ്പോൾ ലീവ്സും കഴിക്കും. ലാർവയാണ് പിന്നെ ബട്ടർഫ്ലൈ ആയി മാറുന്നത്. ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പക്കോഡ ഫ്ലവർ, കൃഷ്ണകിരീടം, ററ്റിൽവീഡ്, കിലുക്കി, കറി ലീഫ് പ്ലാന്റ്, സിട്രസ്, ഒലിൻഡർ അരളി ദാറ്റ് അട്രാക്ട് ബട്ടർഫ്ലൈസ് ഇൻ യുവർ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഒബ്സർവ് വാട്ട് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈ കം ടു ദി ഗാർഡൻ. നിങ്ങളുടെ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യാനാണ് പറഞ്ഞത്, കുഴിച്ചിടാനാണ് പറഞ്ഞത്. അങ്ങനത്തെ പക്കോഡ ഫ്ലവർ, കൃഷ്ണകിരീടം, കറി ലീഫ് പ്ലാന്റ്, സിട്രസ്, ഒലിൻഡർ, അങ്ങനത്തെ അട്രാക്ട് ചെയ്യുന്ന ബട്ടർഫ്ലൈസിനെ ആകർഷിക്കുന്ന ഇങ്ങനത്തെ പ്ലാന്റ്സുകൾ പ്ലാന്റ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാനാണ്. ബട്ടർഫ്ലൈ വരുന്നുണ്ടോ ഇല്ല, ഏതൊക്കെ തരം ബട്ടർഫ്ലൈ ആണ് വരുന്നതെന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ആർ അറൗണ്ട് അസ്. എത്രയൊക്കെ വെറൈറ്റി ക്രിയേച്ചേഴ്സ് ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ക്രിയേച്ചേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. വെർ ഡു ദേ ലീവ്, അവരെവിടെയൊക്കെയാണ് ജീവിക്കുന്നത്? ഫോറസ്റ്റ്, കാടുകളിൽ, പോണ്ട്, കുളങ്ങളിൽ, റിവർ, പുഴകളിൽ, സീ, കടലിൽ, ഗാർഡൻ, പൂന്തോട്ടത്തിൽ, ഫീൽഡ്, വയലിൽ, പാടങ്ങളിൽ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. അവ എക്സ്റ്റിങ്ക്റ്റ് ആയി നശിച്ചു പോയാൽ എന്ത് സംഭവിക്കും? വി വിൽ ലോസ് ദി ബ്യൂട്ടി ഓഫ് അവർ നാച്ചർ. നമുക്കെന്താണ്? നമ്മുടെ നാച്ചറിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും അല്ലേ. എക്സ്റ്റിൻഷൻ വിൽ ഒക്കർ ഇൻ അതർ ഓർഗാനിസംസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദീസ് ഓർഗാനിസംസ്. അല്ലേ, ഈ ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേറെ ഓർഗാനിസംസ് ഉണ്ടാവില്ലേ, അതിൻ്റെ വംശനാശവും സംഭവിക്കും അല്ലേ. എക്സ്റ്റിൻഷൻ, അവർക്ക് തിന്നാനില്ലാതെ അവയും നശിച്ചു പോകുമല്ലേ. ഈ ഓരോ ഓർഗാനിസത്തിനെ വേറൊരു ഓർഗാനിസം ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ ആ ഓർഗാനിസം ഇല്ലെങ്കിൽ ഇതിനും ഭക്ഷണമില്ലാതെ ഇതും നശിച്ചു പോകും, എക്സ്റ്റിൻഷൻ സംഭവിക്കും. ദി എർത്ത് ബിലോങ്സ് ടു എവറി വൺ, ഡസ് നോട്ട് ഇറ്റ്. ഈ എർത്ത്, ഭൂമി എന്താണ്? എല്ലാവർക്കും ഉള്ളതല്ലേ. യെസ്. വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദി സറൗണ്ടിങ്സ് വെർ ദീസ് ക്രിയേച്ചേഴ്സ് ലീവ്. ഈ ക്രിയേച്ചർ ജീവിക്കുന്ന ഈ സറൗണ്ടിങ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അല്ലേ, ഡു നോട്ട് ത്രോ വേസ്റ്റ്. അല്ലേ, വേസ്റ്റ് ഒന്നും ത്രോ ചെയ്യരുത്, എറിയരുത്. ഡു നോട്ട് കട്ട് ട്രീസ്. അല്ലേ, മരങ്ങളൊന്നും മുറിക്കരുത്. പ്ലാന്റ് മോർ ട്രീസ്. അല്ലേ, കുറേ ട്രീസ് എന്താണ് വെച്ച് പിടിപ്പിക്കുക, പ്ലാന്റ് ചെയ്യുക. ഡു നോട്ട് ഡിസ്ട്രോയ് ഫീൽഡ്സ്, ഹിൽസ്, പോൺസ് ആൻഡ് റിവേഴ്സ്. ഇതൊന്നും നശിപ്പിക്കരുത്. എന്ത്? ഫീൽഡ്സ്, പാടങ്ങൾ, ഹിൽസ്, കുന്നുകൾ, പോൺസ്, കുളങ്ങൾ, റിവേഴ്സ്, പുഴകൾ, ഇതൊന്നും നമ്മളെന്താണ് നശിപ്പിക്കരുത്. എന്നാലേ നമ്മളെ സറൗണ്ടിങ്സിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മുടെ 2ാമത്തെ യൂണിറ്റായ ടു ദി വേൾഡ് ഓഫ് ആനിമൽസ് എന്ന ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.